ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. 9ാം ക്ലാസ്സിലെ മാത്സിൻ്റെ 3ാം ചാപ്റ്ററായ പാരലൽ ലൈൻസ്, സമാന്തര വരകൾ, അതിൻ്റെ 59, 60 പേജുകളിലായി കൊടുത്തിരിക്കുന്ന 5ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം ചോദ്യത്തിലേക്ക് പോവാം, അതിനുശേഷം അതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാം. എല്ലാവർക്കും സ്വാഗതം. ചോദ്യം ഒന്ന് വായിക്കാം. ചിത്രത്തിലെ നീല ത്രികോണത്തിന്റെ മധ്യബിന്ദുക്കൾ യോജിപ്പിച്ചാണ് ചെറിയ പച്ച ത്രികോണം വരച്ചിരിക്കുന്നത്. ചുവന്ന വര വലിയ ത്രികോണത്തിന്റെ ഒരു നടുവരയാണ്. ഈ നടുവര ചെറിയ ത്രികോണത്തിന്റെ മുകൾ വശത്തെ സമഭാഗം ചെയ്യുന്നുവെന്ന് തെളിയിക്കുക. കൂടാതെ വലിയ ത്രികോണത്തിന്റെ മധ്യമകേന്ദ്രം ചെറിയ ത്രികോണത്തിന്റെ മധ്യമകേന്ദ്രം തന്നെ ആയിരിക്കുമെന്ന് തെളിയിക്കൂ. In the picture below, the midpoints of the sides of blue triangle are joined to make the smaller green triangle. The red line is a median of the large triangle. Prove that this median bisects the top side of the small triangle. Prove that the centroid of the large and small triangles are the same. അപ്പോൾ ഈ ചോദ്യം നമ്മൾ ചെയ്യുന്നതിലൂടെ രണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കും. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ത്രികോണത്തിന്റെ മധ്യബിന്ദുക്കൾ യോജിപ്പിച്ചുണ്ടാക്കുന്ന ത്രികോണം, ആ ത്രികോണത്തിന്റെ ഒരു വശത്തെ ഒരു നടുവര സമഭാഗം ചെയ്യും. രണ്ടാമതായിട്ട്, ഇത്തരം രണ്ട് ത്രികോണങ്ങളുടെ മധ്യമകേന്ദ്രം തുല്യമായിരിക്കും. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് ഇത് തെളിയിക്കാൻ വേണ്ടി ചിത്രത്തിലെ ബിന്ദുക്കൾക്ക് പേരൊക്കെ നൽകി തുടങ്ങാം. അപ്പൊ നമ്മുടെ വലിയ ത്രികോണമാണ് ത്രികോണം ABC. അതിൻ്റെ വശങ്ങളുടെ മധ്യബിന്ദുക്കൾ PDQ ആണെന്ന് കരുതാം. ഇനി PQ, AD ഇവ കൂട്ടിമുട്ടുന്ന ബിന്ദുവാണ് M. AD നടുവരയാണ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിന്റെ ഭാഗമായി നമ്മൾ PM MQവിന് തുല്യമാണെന്ന് തെളിയിക്കണം. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി നമുക്ക് എഴുതി നോക്കാം. വലിയ നീല ത്രികോണത്തെ ത്രികോണം ABC എന്നും അതിൻ്റെ മുകളിലെ മൂലയെ A എന്നും കരുതുക. ചുവന്ന വരയായ AD വലിയ ത്രികോണത്തിന്റെ ഒരു നടുവരയാണ്. ഇവിടെ D എന്നത് BCയുടെ മധ്യബിന്ദുവാണ്. ഇതിനുള്ളിലെ പച്ച ത്രികോണത്തിന്റെ മുകളിലത്തെ വശത്തെ
PQ എന്ന് കരുതുക. Let the large blue triangle be triangle ABC with its top vertex as A. The red line AD is a median of the large triangle, where the point D is the midpoint of BC. Let the top side of the inner green triangle be PQ. Okay. ഇനി നമ്മൾ ഈ ചോദ്യം സോൾവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന തത്വം അല്ലെങ്കിൽ സിദ്ധാന്തം, പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഇതാണ്. മധ്യബിന്ദു സിദ്ധാന്ത പ്രകാരം ഒരു ത്രികോണത്തിന്റെ രണ്ട് വശങ്ങളുടെ മധ്യബിന്ദുക്കൾ യോജിപ്പിക്കുന്ന വര മൂന്നാമത്തെ വശത്തിന് സമാന്തരവും അതിന്റെ പകുതിയുമായിരിക്കും. By the midpoint theorem, the line joining the midpoints of two sides of a triangle is parallel to the third side and is half its length. ഈ തത്വം ഉപയോഗിച്ചാണ് നമ്മൾ ഇത് തെളിയിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ പിയും ഡിയും മധ്യബിന്ദുക്കളാണല്ലോ. അത് യോജിപ്പിച്ച വരെയാണല്ലോ പി ഡി. അത് നമ്മുടെ പച്ച ത്രികോണത്തിന്റെ ഭാഗമാണ്. അതേപോലെ തന്നെ ഡി അതും അതിന്റെ ഭാഗമാണ്. ഇനി നമുക്ക് നീല ത്രികോണത്തിന്റെ എ പി എന്ന ഭാഗവും എ ക്യു എന്ന ഒരു ഭാഗവും പരിഗണിച്ചാൽ ഇവിടെ എ പി ഡി ക്യു എന്ന ഒരു ചതുർഭുജം കാണും. ഇനി നമ്മൾ ഈ ചതുർഭുജത്തിന്റെ എതിർവശങ്ങൾ സമാന്തരവും അതുപോലെ തുല്യവുമാണ് എന്ന് തെളിയിച്ചാൽ ഇത് സാമാന്തരികമായിട്ട് മാറും, പാരലലോഗ്രാം ആയിട്ട് മാറും. ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആൻഡ് ഈക്വൽ അങ്ങനെ വന്നാൽ പാരലലോഗ്രാം ആവും. ഇനി നമുക്ക് ഒരു സാമാന്തരികത്തിന്റെ പാരലോഗ്രാമിന്റെ ഡയഗണൽസ് വികർണങ്ങൾ പരസ്പരം സമഭാഗം ചെയ്യുമെന്ന് നമുക്കറിയാം. അതായത് ഇപ്പൊ ഇവിടെ എ പി ഡി ക്യു ഒരു സാമാന്തരികമാണ് എന്ന് നമ്മൾ തെളിയിച്ചാൽ ഇവിടെ ഡി എയും പി ക്യൂവും വികർണങ്ങളാണ്, ഡയഗണൽസ് ആണ്. അപ്പൊ അവ കൂട്ടിമുട്ടുന്ന ബിന്ദു ഇവയെ തുല്യഭാഗങ്ങളാക്കി മാറ്റും. അപ്പോൾ ഇത് കൂട്ടിമുട്ടുന്നത് എമ്മിലാണ്. അപ്പോൾ പി എം സമം എം ക്യു എന്ന് കിട്ടും. അതിന്റെ അർത്ഥം ഈ ചുവന്ന വര കൂട്ടിമുട്ടുന്നത്, ഈ ചുവന്ന വര പി ക്യുവിനെ കൂട്ടിമുട്ടുന്ന എവിടെയാണ്? എമ്മിലാണല്ലോ. അപ്പോൾ ചുവന്ന വര പച്ച വരയെ തുല്യഭാഗങ്ങളായി മാറ്റുന്നു എന്ന് കിട്ടും. അതിനു വേണ്ടിയാണ് ഞാൻ ഇവിടെ ഇത് മഞ്ഞ നിറത്തിലാക്കിയത്. അപ്പൊ നമുക്ക് മധ്യബിന്ദു സിദ്ധാന്തവും അതേപോലെ സാമാന്തരികത്തിന്റെ വികർണങ്ങളുടെ പ്രത്യേകതയും ഉപയോഗിച്ച് ഇത്
തെളിയിക്കാം. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് എഴുതി നോക്കാം. അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പ്, മധ്യബിന്ദു സിദ്ധാന്ത പ്രകാരം പി ഡി എന്നീ മധ്യബിന്ദുക്കൾ യോജിപ്പിക്കുന്ന വര എ സിക്ക് സമാന്തരവും അതിൻ്റെ പകുതിയുമായിരിക്കും. പി ഡി സമം അര എ സി. ഇനി ക്യൂ എന്നത് എ സിയുടെ മധ്യബിന്ദു ആയതിനാൽ ക്യൂ സമം അര എ സി. എ ക്യൂ എ സിയുടെ ഭാഗമായതിനാൽ നമുക്ക് പി ഡി എ ക്യൂവിന് സമാന്തരമെന്ന് പറയാം. അതായത് പി ഡി സമാന്തരം എ ക്യൂ കൂടാതെ പി ഡി സമം എ ക്യൂ. ഓക്കെ. അപ്പൊ നിങ്ങൾ പരീക്ഷയ്ക്ക് എഴുതുന്ന സമയത്ത് സ്റ്റെപ്പ് 2 ഇത്രയും എഴുതാൻ ബുദ്ധിമുട്ടാണെങ്കിൽ എന്താ എഴുതണ്ടുള്ളൂ? പി ഡി സമാന്തരം എ സി, പി ഡി സമം അര എ സി. ഇനി എന്ത് എഴുതാം? എ ക്യൂ സമം അര എ സി ആയതുകൊണ്ട് പി ഡി സമാന്തരം എ ക്യൂ, പി ഡി സമം എ ക്യൂ. അങ്ങനെ എഴുതിയാലും മതി. അപ്പോ by the midpoint theorem, the line joining midpoints P and Q is parallel to AC and is half its length. That is PD equal to half AC. ഇനി since Q is the midpoint of AC, AQ equal to half AC. This proves that PD parallel to AQ and PD is equal to AQ. Okay. ഇനി നമുക്ക് ഇതേ കാര്യങ്ങൾ എന്ത് ചെയ്യാം? ഡി ക്യൂ എന്നീ മധ്യബിന്ദുക്കൾ യോജിപ്പിക്കുന്ന വര ഡി ക്യൂ എ ബിക്ക് സമാന്തരമാണെന്ന് മനസ്സിലാക്കാം. പിന്നെ പി എ സമം ഡി ക്യൂ എന്ന് എഴുതാം. സ്റ്റെപ്പ് 3 നോക്കൂ. ഇതേപോലെ ക്യൂ ഡി എന്നീ മധ്യബിന്ദുക്കൾ യോജിപ്പിക്കുന്ന വര എ ബിക്ക് സമാന്തരവും അതിൻ്റെ പകുതിയുമായിരിക്കും. ക്യൂ ഡി സമം അര എ ബി. പി എന്നത് എ ബിയുടെ മധ്യബിന്ദു ആയതിനാൽ എ പി സമം അര എ ബി ആണ്. ഇതിൽ നിന്നും ക്യൂ ഡി സമാന്തരം എ പി എന്നും ക്യൂ ഡി സമം എ പി എന്നും കിട്ടും. സിമിലർലി സ്റ്റെപ്പ് 2 പോലെ the line joining midpoints Q and D is parallel to AB and is half its length. QD equal to half AB. Since P is the midpoint of AB, AP equal to half AB. This proves that QD parallel to AP and QD equal to AP. ഇനി സ്റ്റെപ്പ് 4 പോവാം. അപ്പോൾ എതിർവശങ്ങൾ സമാന്തരവും തുല്യവുമായാൽ ആ ചതുർഭുജം, ആ ക്വാഡ്രിലാറ്ററൽ
ഒരു സാമാന്തരികമായിരിക്കും. അപ്പൊ ഇത് സാമാന്തരികമാണെന്ന് സ്റ്റെപ്പ് 4 കിട്ടും. അപ്പൊ സ്റ്റെപ്പ് 4 നമുക്ക് എഴുതാം. എതിർവശങ്ങൾ പരസ്പരം സമാന്തരവും നീളം തുല്യവുമായതിനാൽ ചതുർഭുജമായ APDQ ഒരു സാമാന്തരികമാണ്. Since both pairs of opposite sides are parallel and equal in length, the quadrilateral APDQ is a parallelogram. ഇനി പാരലലോഗ്രാമിന്റെ ഡയഗണൽസ് എന്ത് ചെയ്യും? അവയെ ഈക്വലായി ഡിവൈഡ് ചെയ്യും. ഒരു സാമാന്തരികത്തിന്റെ വികർണങ്ങൾ എപ്പോഴും പരസ്പരം സമഭാഗം ചെയ്യുന്നു. ഇവിടെ സാമാന്തരികം APDQവിന്റെ വികർണങ്ങളാണ് ADയും PQവും. അവ മുറിച്ചു കടക്കുന്ന ബിന്ദുവിനെ M എന്ന് വിളിക്കാം. The diagonals of a parallelogram always bisect each other. Here, AD and PQ are the diagonals of the parallelogram APDQ. Let their intersection point be M. Okay. അപ്പോ PM സമം MQ എന്ന് കിട്ടി. സ്റ്റെപ്പ് 6. വികർണങ്ങൾ പരസ്പരം പകുതിയാക്കുന്നതിനാൽ M എന്നത് PQ എന്ന വരയുടെ മധ്യബിന്ദുവാണ്. അതായത് PM സമം MQ എന്ന് തെളിയുന്നു. ഇതിൽ നിന്നും ചുവന്ന നടുവര വലിയ ത്രികോണത്തിന്റെ ഉള്ളിലെ പച്ച ത്രികോണത്തിന്റെ മുകൾ വശത്തെ സമഭാഗം ചെയ്യുന്നു എന്ന് വ്യക്തമാക്കുന്നു. Since the diagonals bisect each other, M is the midpoint of the line PQ. Thus, it is proved that PM is equal to MQ, which means the red line, the red median, bisect the top side of the inner green triangle. Okay? അപ്പോൾ ആദ്യത്തെ ഭാഗം നമ്മൾ പ്രൂവ് ചെയ്തു. ഓക്കെ, ഇനി രണ്ടാമത്തെ ഭാഗത്തിലേക്ക് കടക്കുകയാണ്. രണ്ടാമത്തെ ഭാഗത്തിൽ നമുക്ക് തെളിയിക്കേണ്ടത് നീല ത്രികോണത്തിന്റെയും പച്ച ത്രികോണത്തിന്റെയും മധ്യമ കേന്ദ്രം തുല്യമാണ്. The centroid of both blue triangle and green triangle are same. അതാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് അതിൻ്റെ ചിത്രം നമുക്ക് ചെറുതായി ഒന്ന് മാറ്റി വരയ്ക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ എയിൽ നിന്നുള്ള നടുവരയാണ് AD. The median from A is AD. നമ്മളിവിടെ വരച്ചിട്ടുണ്ട്. ഇനി ബിയിൽ നിന്നുള്ള മീഡിയൻ എന്തായിരിക്കും? BQ യോജിപ്പിച്ചാൽ മതിയല്ലോ. അപ്പോ BQ ആണ് രണ്ടാമത്തെ നടുവര. സെക്കൻഡ് മീഡിയൻ ഈസ് BQ.
ആൻഡ് തേർഡ് മീഡിയൻ, മൂന്നാമത്തെ നടുവര സി പി. ഈ 3 ലൈനുകളും കൂട്ടിമുട്ടുന്ന ബിന്ദുവാണ് നമ്മുടെ മധ്യമ കേന്ദ്രം, സെൻട്രോയിഡ്, O എന്ന് മാർക്ക് ചെയ്തു. ഇത്രയും ക്ലിയർ ആണല്ലോ? ഇനി ഈ ചിത്രത്തിൽ ത്രികോണം പി ഡി ക്യു, നമ്മുടെ പച്ച ത്രികോണത്തിന്റെ ഒരു മൂല ഡി, കോർണർ, അവിടെ നിന്നും എതിർവശമായ പി ക്യുവിലേക്ക് വരയ്ക്കുന്ന നടുവരയാണല്ലോ ഡി എം. അപ്പോൾ പച്ച ത്രികോണത്തിന്റെ ഒരു നടുവരയായ ഡി എം നീല ത്രികോണത്തിന്റെ എ ഡിയുടെ ഭാഗമാണ്. ഓക്കെ, അതെന്ത് ചെയ്യുന്നുണ്ട്? ഓയിലൂടെ കടന്നു പോകുന്നുണ്ട്. ഇനി കൂട്ടുകാരെ, ഇവിടെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കിയിട്ടുണ്ട്. അതായത് വലിയ ത്രികോണത്തിന്റെ ഒരു നടുവര ഒരു ചെറിയ ത്രികോണത്തിന്റെ ഒരു വശത്തെ സമഭാഗം ചെയ്യുന്നുണ്ട്. എ ഡി എന്ന നടുവര മറ്റ് രണ്ട് വശങ്ങളുടെ മധ്യബിന്ദുക്കളുടെ വരയെ സമഭാഗം ചെയ്യുന്നു. എ മീഡിയൻ bisects the line joining the midpoints of other two sides. ഓക്കെ, അത് ഉപയോഗിക്കുമ്പോൾ ഇവിടെ ബി ക്യു എന്ന നടുവര മറ്റ് രണ്ട് വശങ്ങളുടെ മധ്യബിന്ദുക്കളായ ഡിയും പിയും യോജിപ്പിക്കുന്ന ഡി പിയെ സമഭാഗം ചെയ്യും. അപ്പൊ ഇത് n എടുത്താൽ n എന്ന് മാർക്ക് ചെയ്താൽ ഡി എൻ സമം എൻ പി എന്ന് കിട്ടും. ഓക്കെ, അതേപോലെ സി പി ആണല്ലോ നമ്മുടെ മൂന്നാമത്തെ നടുവര. അപ്പോ മൂന്നാമത്തെ നടുവര നമ്മുടെ മറ്റ് രണ്ട് വശങ്ങൾ, അതായത് വലിയ ത്രികോണത്തിന്റെ മറ്റ് രണ്ട് വശങ്ങളുടെ മധ്യബിന്ദുക്കളായ ഡി ക്യു, അതിന്റെ വരയെ സമഭാഗം ചെയ്യും. അത് ആർ എന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, ഇത്രയും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇത് കുറച്ചുകൂടി ക്ലിയർ ആവും നമ്മൾ സ്റ്റെപ്പ് എഴുതുമ്പോൾ. അപ്പൊ നമ്മൾ ഇവിടെ എന്നും ആറും മാർക്ക് ചെയ്തു. ഇനി കൂട്ടുകാരെ, ക്യൂവിൽ നിന്നും ത്രികോണം പി ഡി ക്യൂവിലേക്കുള്ള നടുവര ഏതാണ്? ഇവിടെ n ആണ് മധ്യബിന്ദു. അപ്പോൾ ഈ ക്യു എൻ എന്താണ്? നടുവരയാണ്. ത്രികോണം പി ഡി ക്യൂവിലെ രണ്ടാമത്തെ നടുവര ക്യു എൻ നീല ത്രികോണത്തിന്റെ ബി ക്യു എന്ന നടുവരയുടെ ഭാഗമാണ്. അപ്പൊ അതും ഓയിലൂടെ പോകുന്നുണ്ട്, കടന്നു പോകുന്നു. ഓക്കെ, ഇപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവും ഇവിടെ ഇപ്പോ ഡി എമ്മും ക്യു എന്നും ഇത് രണ്ടും കൂട്ടിമുട്ടുന്നത് ഓയിലാണ്. അപ്പൊ തന്നെ മനസ്സിലായി വലിയ ത്രികോണത്തിന്റെയും ചെറിയ ത്രികോണത്തിന്റെയും മധ്യമ കേന്ദ്രം സെൻട്രോയിഡ് സെയിം ആണ്. എന്നാലും മൂന്നാമത്തെ നോക്കാം.
ഇനി പി എന്ന മൂലയിൽ നിന്ന്, പി എന്ന വെർട്ടെക്സിൽ നിന്നും ഡി ക്യൂയുടെ മധ്യബിന്ദു, ഡി ക്യൂവിന്റെ മിഡ് പോയിന്റ് ആർ ആണല്ലോ. അപ്പോ പി ആർ ഒരു നടുവരയാണ്. പി ആർ ഈസ് എ മീഡിയൻ. അത് സി പി എന്ന നടുവരയുടെ ഭാഗമാണ്. അതായത് വലിയ ത്രികോണത്തിന്റെ 3 നടുവരകളുടെയും ഭാഗം തന്നെയാണ് ചെറിയ ത്രികോണത്തിന്റെ 3 നടുവരകളും. ഓക്കെ. അപ്പോൾ ഈ നടുവരകള് മൂന്ന് നടുവരകളും ഒരൊറ്റ ബിന്ദുവിലാണ് കൂട്ടിമുട്ടുക. അപ്പോൾ അതിന്റെ അർത്ഥം 2 ത്രികോണങ്ങളുടെയും മധ്യമ കേന്ദ്രം, സെൻട്രോയിഡ്, കൂട്ടിമുട്ടുന്നത് ഒറ്റ ബിന്ദുവിലാണ്. ഓക്കെ, ഇത് കുറച്ചൊക്കെ മനസ്സിലായി കാണും. ഇനി നമ്മൾ സ്റ്റെപ്പ് എഴുതി കഴിഞ്ഞാൽ എല്ലാം ക്ലിയർ ആവും. അപ്പൊ സ്റ്റെപ്പുകൾ നോക്കാം. അപ്പൊ നമ്മൾ നേരത്തെ സാമാന്തരികത്തിന്റെ വികരണങ്ങള് സമഭാഗം ചെയ്യുമെന്ന് പറഞ്ഞല്ലോ. ഓക്കെ, അപ്പോ ആ ഒരു തത്വപ്രകാരം നമ്മുടെ വലിയ ത്രികോണത്തിന്റെ നടുവരയായ എ ഡിയും പച്ച ത്രികോണത്തിന്റെ വശമായ പി ക്യൂവും മുറിച്ചു കടക്കുന്ന ബിന്ദു എം ആണ്. ഇത് പി ക്യൂവിന്റെ മധ്യബിന്ദു കൂടിയാണ്. നമ്മൾ മനസ്സിലാക്കി വെച്ചു. By the property of diagonal bisection of a parallelogram, the median AD of the large triangle and the side PQ of the green triangle intersect at point M, which is the midpoint of PQ. നമ്മൾ എഴുതി വെച്ചു. ഓക്കെ, ഇനി ചെറിയ പച്ച ത്രികോണത്തിന്റെ താഴത്തെ മൂല ഡിയും അതിന്റെ എതിർവശമായ പി ക്യൂവിന്റെ മധ്യബിന്ദു എമ്മുമാണ്. ഒരു ത്രികോണത്തിന്റെ മൂലയിൽ നിന്ന് എതിർവശത്തിന്റെ മധ്യബിന്ദുവിലേക്ക് വരയ്ക്കുന്ന വര നടുവര ആയതുകൊണ്ട് വലിയ ത്രികോണത്തിന്റെ അതേ വരയിലുള്ള ഡി എം എന്ന ഭാഗം തന്നെയാണ് പച്ച ത്രികോണത്തിന്റെ ഒന്നാമത്തെ നടുവര. For the small green triangle, the bottom vertex is D and the midpoint of its opposite side PQ is M. Since a line joining a vertex to the midpoint of opposite side is a median, the segment DM on the same red line is the first median of small green triangle. Okay. പറഞ്ഞ കാര്യങ്ങളാണ്. അത് ഒന്നും കൂടി വ്യക്തമാകാൻ വേണ്ടിയിട്ടാണ് സ്റ്റെപ്പായിട്ട് ഞാൻ ഇവിടെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് എഴുതുന്നത്. ഇനി ഇതേപോലെ വലിയ ത്രികോണത്തിന്റെ അടുത്ത നടുവരയായ ബി ക്യൂ പരിഗണിക്കുക. മധ്യബിന്ദു സിദ്ധാന്ത പ്രകാരം രൂപപ്പെടുന്ന അടുത്ത സാമാന്തരികത്തിന്റെ തത്വം ഉപയോഗിച്ചാൽ ഈ വര പച്ച ത്രികോണത്തിന്റെ മറ്റൊരു വശമായ പി ഡി എ അതിന്റെ മധ്യബിന്ദുവായ
എന്നിൽ വെച്ച് സമഭാഗം ചെയ്യും. ഓക്കെ, അതായത് ഇപ്പോൾ നമ്മൾ പരിഗണിക്കുന്നത് ആരെയാണ്? ബി ക്യൂവിനെയാണ് പരിഗണിക്കുന്നത് അല്ലേ? ഈ നടുവരെയാണ് പരിഗണിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാല് ബി പി പി ക്യൂ ക്യൂ ഡി ഡി ബി ഇങ്ങനെ ഒരെണ്ണം എടുത്തു കഴിഞ്ഞാൽ അത് ഒരു സാമാന്തരികമാണെന്ന് നമുക്ക് തെളിയിക്കാൻ പറ്റും. ഇനി സാമാന്തരികത്തിന്റെ വികരണം ബി ക്യൂവും പി ഡിയും എന്നിലായിരിക്കും കൂട്ടിമുട്ടുന്നത്. അപ്പോ പി എൻ സമം എൻ ഡി എന്ന് കിട്ടും. മനസ്സിലായില്ലേ? ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞത്. That is, similarly, consider the next median BQ of the large triangle using the property of the next parallelogram formed by the midpoint theorem. This line will bisect another side PD of the green triangle at its midpoint N. Okay. അപ്പൊ ഇത്രയും നീട്ടി എഴുതുന്നതിന് പകരമാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ബി ക്യു എന്ന നടുവര പി ഡി എ എന്നിൽ സമഭാഗം ചെയ്യും. അങ്ങനെ പറഞ്ഞാൽ മതി. ഓക്കെ, കാരണം നമ്മൾ ആ ചുവന്ന വര പി ക്യുവിനെ എമ്മില് സമഭാഗം ചെയ്യുമെന്ന് നേരത്തെ തെളിയിച്ചിട്ടുണ്ട്. അതേ സാധനം ഉപയോഗിച്ചാണ് ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് നോക്കാം. ഇവിടെ പി എന്നും എൻ ഡിയും എന്തായിരിക്കും? തുല്യമായിരിക്കും എന്ന് മനസ്സിലായി. ഇനി ഇതിലെ രണ്ടാമത്തെ നടുവര. അപ്പോൾ ചെറിയ പച്ച ത്രികോണത്തിന്റെ വലത്തെ മൂല ക്യൂവും അതിൻ്റെ എതിർവശമായ പി ഡിയുടെ മധ്യബിന്ദു എന്നുമാണ്. അതിനാൽ വലിയ ത്രികോണത്തിന്റെ രണ്ടാമത്തെ നടുവരയുടെ ഭാഗമായ ക്യു എൻ എന്ന വര തന്നെയാണ് പച്ച ത്രികോണത്തിന്റെ രണ്ടാമത്തെ നടുവര. For the small green triangle, the right vertex is Q and the midpoint of its opposite side PD is N. Therefore, the segment QN on the second median of large triangle is the second median of small green triangle. ഓക്കെ, ഇനി ഇതേപോലെ തന്നെ നമുക്ക് 5ഉം 6ഉം സ്റ്റെപ്പ് എഴുതാം. ഇതേപോലെ വലിയ ത്രികോണത്തിന്റെ മൂന്നാമത്തെ നടുവരയായ സി പി പരിഗണിക്കുക. ഇത് പച്ച ത്രികോണത്തിന്റെ വശമായ ഇത് ഡി ക്യൂവിനെ അതിൻ്റെ മധ്യബിന്ദുവായ ആറിൽ വെച്ച് സമഭാഗം ചെയ്യും. Similarly, consider the third median CP of large triangle. This line will bisect the side DQ of the green triangle at its midpoint R. ഇനി എന്താണ്?
ചെറിയ പച്ച ത്രികോണത്തിന്റെ ഇടത്തെ മൂല പിയും അതിന്റെ എതിർവശമായ ഡി ക്യൂവിന്റെ മധ്യബിന്ദു ആറുമാണ്. അതിനാൽ വലിയ ത്രികോണത്തിന്റെ മൂന്നാമത്തെ നടുവരയുടെ ഭാഗമായ പി ആർ എന്ന വര തന്നെയാണ് പച്ച ത്രികോണത്തിന്റെ മൂന്നാമത്തെ നടുവര. For the small green triangle, the left vertex is P and the midpoint of its opposite side PQ is R. Therefore, the segment PR on the third median of large triangle is the third median of the small green triangle. Okay. ഇവിടെ മീഡിയൻ ഉണ്ട്. ഓക്കെ. അപ്പോ നമുക്ക് ഇവിടെ എന്താണ് മനസ്സിലായത്? ഒരു ത്രികോണത്തിന്റെ 3 നടുവരകളും കൂട്ടിമുട്ടുന്ന പൊതുബിന്ദുവിനെയാണ് നമ്മൾ മധ്യമകേന്ദ്രം അല്ലെങ്കിൽ സെൻട്രോയിഡ് എന്ന് വിളിക്കുന്നത്. The common point where all the 3 medians of a triangle intersect it is called the centroid. അപ്പോൾ O ആണ് ഇവിടുത്തെ സെൻട്രോയിഡ്. ഇനി ഇവിടെ പച്ച ത്രികോണത്തിന്റെ 3 നടുവരകളും ഏതൊക്കെയാണ്? DM, QN, PR. പൂർണ്ണമായും വലിയ ത്രികോണത്തിന്റെ 3 നടുവരകളിൽ, അതായത് AD, BQ, CP നടുവരകളിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. വലിയ ത്രികോണത്തിന്റെ നടുവരകൾ കൂട്ടിമുട്ടുന്ന അതേ പൊതുബിന്ദുവിൽ തന്നെയായിരിക്കും ചെറിയ ത്രികോണത്തിന്റെ നടുവരകളും കൂട്ടിമുട്ടുന്നത്. ഓക്കെ. കാരണം 3 നടുവരകളും ഒറ്റ ബിന്ദുവിലേ കൂട്ടിമുട്ടുള്ളൂ. അപ്പോൾ അതിന്റെ ഭാഗം തന്നെയാണ് പച്ചയുടെ നടുവരകളും. അപ്പോൾ പച്ചയുടെ നടുവരകൾ എവിടെയാണോ കൂട്ടിമുട്ടുന്നത് ആ ബിന്ദു തന്നെയാണ് നമ്മുടെ വലിയ ത്രികോണത്തിന്റെ 3 നടുവരകളും കൂട്ടിമുട്ടുന്ന ബിന്ദു. Here all 3 medians of the small triangle DM, QN, PR lie entirely along the 3 medians of large triangle AD, BQ and CP. Therefore, the medians of the small triangle must intersect at the exact same common point where the medians of the large triangle intersect. Okay. അപ്പോൾ ഇതിൽ നിന്നും വലിയ ത്രികോണത്തിന്റെയും അതിന്റെ ഉള്ളിലെ ചെറിയ പച്ച ത്രികോണത്തിന്റെയും മധ്യമകേന്ദ്രം ഒന്ന് തന്നെയാണെന്ന് വളരെ എളുപ്പത്തിൽ തെളിയുന്നു. Thus, it is elegantly proved that the centroid of the large triangle and the inner small green triangle are the exact same point. Okay. അപ്പോൾ ഇത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കൂട്ടുകാരെ, നമുക്കിനി 6ാമത്തെയും അവസാനത്തെയും ചോദ്യമാണ് ചെയ്യാനുള്ളത്. അത് നമ്മൾ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക്
മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അങ്ങനെയെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി ഇടുക. കൂടാതെ നമ്മുടെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. അടുത്ത വീഡിയോ വരെ എല്ലാവർക്കും ബൈ. താങ്ക് യു.